ഡോക്ടർ ജി വി ഹരി, UDF SDPI കൂട്ടുകെട്ടുണ്ടായ ചൊവ്വന്നൂർ, പാങ്ങോട്, കോട്ടാങ്ങൽ ഈ 3 പഞ്ചായത്തുകളിൽ UDFും SDPIയും കൈകോർത്ത് നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്ന് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത സമയത്ത് SDPIയുടെ പിന്തുണയോടെ ചൊവ്വന്നൂരും പാങ്ങോടും കോട്ടാങ്ങലും നിങ്ങൾ അധികാരത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ചിത്രം എന്ന് പറയുന്നത്, വോട്ട് ചെയ്യുന്നതിന് മുൻപുള്ള ചിത്രം എന്ന് പറയുന്നത്, ഞങ്ങൾ ആരുടെ വോട്ടും വേണ്ട എന്ന് പറയില്ല. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ SDPIയോട് ഒരു അയിത്തം വന്നിരിക്കുകയാണ് നിങ്ങൾക്ക്. ഈ SDPIയുടെ പിന്തുണയിൽ ഭരണം വേണ്ട, അത്തരം സ്ഥലങ്ങളിൽ രാജിവെച്ച് പോകാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയ ആഹ്വാനം. ഇതേ VD സതീശൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, അവർ അവരുടെ പഴയ നിലപാടിൽ നിന്നൊക്കെ വ്യതിചലിച്ചു എന്നതടക്കം ആ മതവർഗീയ ശക്തികളെ വെള്ളപൂശുന്നൊരു സമീപനം എടുത്തത്. ഇപ്പോൾ നോക്കൂ, ഇങ്ങനെ ഇപ്പോൾ അയിത്തം കൽപ്പിക്കുന്നതിന് പിന്നിൽ എന്താണ്? ഈ വർഗീയ ശക്തികളോട് എല്ലാ കാലത്തും അയിത്തം പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അത് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിനിമ പറഞ്ഞതുപോലെ ശ്രീ VD സതീശൻ വെൽഫെയർ പാർട്ടി മതേതര കക്ഷിയാണോ? ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് പറയാൻ അനുവദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള നിലപാടുകളിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ വെള്ളം ചേർത്തിട്ടില്ല. ഞങ്ങൾ വളരെ കൃത്യമായി, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അതിനെക്കുറിച്ച് വളരെ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, നമുക്കറിയാവുന്ന പോലെ ശ്രീ ജലീൽ പറഞ്ഞ ഒരു കാര്യത്തിലുള്ള മറുപടി. അദ്ദേഹം പറഞ്ഞ ഞങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളാണ്, ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ അത് BJP ആകുന്ന പരുന്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 2 ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനത് പറയാം. ബിപിൻ സി ബാബു, അങ്ങേക്ക് അറിയാവുന്ന ആളാണ്. ബിപിൻ സി ബാബു ആരായിരുന്നു എന്നുള്ളത്. ബിപിൻ സി ബാബു എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഈ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ആളാണ്. അദ്ദേഹം 2024 നവംബർ 3-ാം തീയതി BJPയിൽ അദ്ദേഹം ചേർന്നു. അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPയിലേക്ക് പോയി. അതുപോലെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹം ഇപ്പോൾ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അങ്ങക്ക് അറിയാമായിരിക്കും. അദ്ദേഹം മംഗലാപുരം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ആ മംഗലാപുരം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം അദ്ദേഹം 2024 ഡിസംബറിൽ അദ്ദേഹം BJPയിലേക്ക് പോയി. ഒരുപാട് നേതാക്കന്മാർ അങ്ങനെ പോകുന്നത്. ഞാൻ അതിന് നിങ്ങളെ കുറ്റപ്പെടുന്നില്ല. അത് പൊതുവായിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയത്തിനകത്ത് ചില ആളുകൾ, വ്യക്തിപരമായി ചില ആളുകൾ അത്തരത്തിലുള്ള തീരുമാനമെടുത്ത് പോകുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ UDFിനകത്തും നമ്മൾ കാണുന്നത്. പാർട്ടി കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില പറഞ്ഞതുപോലെ ചില ലാഭങ്ങൾക്ക് വേണ്ടി, ചില സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി, ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ചില ആളുകളൊക്കെ പോകുന്നുണ്ട്. ആയാറാം ഗയറാമുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുണ്ട്. അതുകൊണ്ട് അതിൽ കാര്യമില്ല. പിന്നെ അങ്ങ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് പറഞ്ഞല്ലോ SDPIയും തിരുവനന്തപുരത്ത് BJPയുമായിട്ടുള്ളൊരു ബന്ധം. അതുപോലെ തന്നെയുള്ള ബന്ധം 1-2 കണക്കുകൾ പറഞ്ഞുകൊണ്ട് CPMവുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ അതാണ് നീലിമേൻ ചോദിച്ചിട്ടുള്ളത്. 2-3 ഞാൻ സ്ഥലങ്ങൾ പറയാം. ഒന്ന്, വളവട്ടണം പഞ്ചായത്തിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട വാർഡ്, അതായത് കരിയിൽ വാർഡിനകത്ത് SDPIക്ക് കിട്ടിയിട്ടുള്ള വോട്ട് 160 അവിടെ UDFന് ലഭിച്ചിട്ടുള്ളത് 120 വോട്ടാണ്. അവിടെ LDFന് കിട്ടിയ വോട്ട് 8 വോട്ടാണ്. ഇത് വളവട്ടണം പഞ്ചായത്തിലെ ഒരു കണക്കാണ്. ഈ കണക്ക് പരിശോധിച്ച് നോക്കാം അങ്ങേക്ക്. 2, പാപ്പിനിശ്ശേരി പഞ്ചായത്തിലെ അതോടെ തന്നെ കാട്ടിലപ്പള്ളി വാർഡ് എന്ന് പറയുന്ന വാർഡിൽ SDPIക്ക് അവിടെ കിട്ടിയ 601 വോട്ട്, UDFന് കിട്ടിയത് 528 വോട്ട്, LDFന് കിട്ടിയത് 89 വോട്ടാണ്. മറ്റൊരു കാര്യം, മുഴുപ്പിലങ്ങാട് പഞ്ചായത്തിലെ പാച്ചാക്കര വാർഡ് എന്ന് പറയുന്ന വാർഡിൽ SDPIക്ക് കിട്ടിയത് 510 വോട്ട്, UDFന് 490 വോട്ട്, LDFന് 62 വോട്ടാണ് കിട്ടിയത്. ഇനി ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ നരയമ്പാറ ഡിവിഷൻ എന്ന് പറയുന്ന ഡിവിഷനിൽ SDPIക്ക് 427 വോട്ടും UDFന് 420 വോട്ടും അവിടെ LDFന് കിട്ടിയത് 48 വോട്ടുമാണ്. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് SDPI ഓരോ പ്രദേശത്തും ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ് വിജയിക്കുന്നത് എന്നുള്ളത് ചില കണക്കുകൾ ഉദ്ധരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ശ്രീ ജലീൽ, അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ഈ രാജ്യത്ത് മുഴുവൻ BJP എതിർത്തുകൊണ്ട് നിൽക്കുന്ന പാർട്ടിയാണ്. ഇപ്പോഴും എതിർക്കും, നാളെ എതിർക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് BJP അധികാരത്തിൽ വരാതിരിക്കാൻ, വർഗീയ പാർട്ടികൾ അധികാരത്തിൽ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അതിനെതിരെ ഇപ്പോഴും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കും. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങളുടെ കാര്യത്തിൽ പല സഹായങ്ങളും, ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് BJP മേയർ ഉണ്ടായത്? പഴയകാല CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന, CPMൻ്റെ വിമതനായിരുന്ന
ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ്റെ സഹായത്തോടെയാണ് അവരവിടെ അധികാരം പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ശ്രീ ജലീലിന് അറിയാമല്ലോ പാറ്റൂർ രാധാകൃഷ്ണൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത്. എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. ഇടത് വലത് മുന്നണികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് 50 സീറ്റുകളിൽ BJP നേടിയ വിജയം ചെറുതായി കാണുകയാണോ? ഞാൻ നീലിമയ്ക്ക് ഇത്രയും അക്ഷമയുടെ ആവശ്യമില്ലത്. ഞാൻ അത് BJPയുടെ കാര്യങ്ങൾ പറയാൻ അവിടെ ഗൂഗിളുണ്ട്, അദ്ദേഹം പറയുള്ളൂ. ഞാനത് പറഞ്ഞോട്ടെ, എനിക്ക് തന്ന അവസരത്തിലല്ലേ ഞാനിത് പറയുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനതിനെ കുറച്ചതും കാണുന്നില്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം നോക്കൂ, എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിങ്ങൾക്കൊരു മേയർ, BJPക്ക് ഒരു മേയർ ഉണ്ടായത്? ആരാണ് സഹായിച്ചത്? ഞങ്ങളാരും സഹായിച്ചതല്ല. അത് സഹായിച്ചല്ല. അത് മാത്രമല്ല, ഇത്രയും സീറ്റുകൾ എങ്ങനെ BJPക്ക് കിട്ടി എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ഒരുപാട് കണക്കുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ട സീറ്റുകളൊക്കെ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് 10 സീറ്റാണ് ഉണ്ടായിരുന്നത്. ആ 10 സീറ്റിൽ നിങ്ങൾ ഇരട്ടി സീറ്റിലേക്ക് 19 സീറ്റിലേക്ക് 20 സീറ്റ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു വിമതനാണ് സുധീഷ് എന്ന് പറയുന്നത്, അദ്ദേഹം സ്വതന്ത്രനായി വിജയിച്ചാണ്. ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റാണ്. 20 സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ പോയി CPMൻ്റെ വോട്ടുകൾ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അങ്ങ് കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കണം എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഗോകുൽ പറഞ്ഞൊരു കാര്യം, ഗോകുൽ, ഞങ്ങളാരും കേരളത്തിൽ BJPയുടെ വളർച്ചയെ കുറച്ച് കാണുന്നവരൊന്നുമല്ല. ഞങ്ങൾ കേരളത്തിലെ BJPയുടെ വളർച്ചയെ വളരെ ആശങ്കയോടുകൂടി കാണുന്നവർ തന്നെയാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള, അതാണ് ഗോകുമാർ സാർ പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലൊരു വലിയ മുന്നോട്ടമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നമുക്ക് ഇവിടെ 940 പഞ്ചായത്തുകളുണ്ട്. ആ 940 പഞ്ചായത്തുകളിൽ 500 പഞ്ചായത്തിന് മുകളിൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. 345 പഞ്ചായത്തുകൾ, ഏകദേശം 24 പഞ്ചായത്തുകളാണ് നിങ്ങൾ ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് കേരളത്തിൽ. 2016 രാജേട്ടൻ MLA ആയതിനു ശേഷം പിന്നെ ഒരു MLA കേരളത്തിൽ BJPക്ക് ഉണ്ടായിട്ടില്ല. അങ്ങ് പറഞ്ഞതുപോലെ മേയറും ഡെപ്യൂട്ടി മേയറുടെ കാറും MLA കാറൊക്കെ വരട്ടെ, അതൊക്കെ നല്ല സ്വപ്നങ്ങൾ തന്നെയാണ്. ആ സ്വപ്നങ്ങൾ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടുന്നുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റം, വോട്ടുകൾ നിങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഒരു കണക്ക് അദ്ദേഹം പറഞ്ഞത്. 20% ലോക്സഭാ സീറ്റുകളിലേക്ക് നിങ്ങൾ സീറ്റ്, അതായത് 20% വോട്ടുകൾ നിങ്ങൾ ആർജിച്ചു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 20% ആയിരുന്നു കേരളത്തിലെ BJPയുടെ വോട്ട് ശതമാനം എന്ന് പറയുന്നത്. അത് 25% ഇത്തവണ ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം മറ്റ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ശ്രമിച്ചത്, പ്രവർത്തിച്ചത്. 25% വോട്ട് നിങ്ങൾക്ക് സമാഹരിക്കണമെന്നാണ്. നോക്കൂ, ജനാധിപത്യത്തിൽ അങ്ങ് ഈ കണക്ക് ശതമാനമൊന്നും വലിയ കാര്യമല്ലെന്ന് പറഞ്ഞു. ശതമാനം വലിയ കാര്യമാണെന്നേ. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, ഒരു രാഷ്ട്രീയ പാർട്ടി, നമുക്കറിയാം ഫുട്ബോൾ കളിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോരം പന്തിരുന്നു എന്നുള്ളതല്ല കാര്യം, നിങ്ങൾ എത്ര ഗോളടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര സീറ്റുണ്ട്, ആ സീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദേശീയ പാർട്ടിയെന്നും അതോടൊപ്പം തന്നെ സംസ്ഥാന പാർട്ടിയെന്നും പ്രാദേശിക പാർട്ടിയെന്നും ഒക്കെ പറഞ്ഞിട്ട് ആൾ തരംതിരിച്ചിരിക്കുന്നത്. രാജ്യത്തെ എത്ര MPമാരുണ്ട്, എത്ര MLAമാരുണ്ട് എന്ന കണക്ക്. അതുകൊണ്ട് ആ കണക്ക് വേണ്ടാന്ന് പറയരുത്. വോട്ടിൻ്റെ ശതമാനം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതിന് 25% ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള BJP ഇപ്പം വന്നു നിൽക്കുന്നത് 14.98% എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വോട്ട് ശതമാനം അല്ലെങ്കിൽ വോട്ട് വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുക, നിങ്ങളിപ്പോൾ നിയമം, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങൾ, അത് നമ്മുടെ ഈ വട്ടിയൂർക്കാവ്, അതോടൊപ്പം കഴക്കൂട്ടം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ വോട്ടല്ല കുറഞ്ഞത്. അവിടെ ശ്രീ ജലീൽ പുനരൂർ ജലീലിൻ്റെ CPMൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വോട്ടാണ് അവിടെ കുറഞ്ഞിട്ടുള്ളത്. അവിടെ എല്ലാം ഞങ്ങളുടെ MLAമാരല്ല ഉള്ളത്, അവിടെ എല്ലാം ഇടതുപക്ഷത്തിൻ്റെ MLAമാരാണ്. അപ്പോൾ ഇടതുപക്ഷം നിങ്ങളെ കാര്യമായി കേരളത്തിൽ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അതാണ് ഇടതുപക്ഷമാണ് BJPയെ സഹായിച്ചത് എന്ന വാദം ഉയർത്തുകയാണ് കോൺഗ്രസ്. ഈ ചർച്ചയിലേക്ക് തിരികെ എത്താം. യുവരാജ് ഗോകുൽ അക്കാര്യത്തിൽ മറുപടി പ്രതീക്ഷിക്കുകയാണ്.